രാജ്യത്തെ സുപ്രധാന ഗവേഷണ സ്ഥാപനമായ ന്യൂഡൽഹി ആസ്ഥാനമായുള്ള ഇന്ത്യൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് ലൈസൻസ് റദ്ദാക്കി കേന്ദ്ര സർക്കാർ. ലൈസൻസ് പുതുക്കി നൽകുന്നതിനുള്ള നിയമം സ്ഥാപനം ലംഘിച്ചുവെന്നല്ലാതെ കൂടുതൽ വിശദാംശങ്ങൾ പറയാൻ ആഭ്യന്തര വകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ലെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 1951 ഈശോസഭ വൈദികൻ ഫാദർ ജെറോം ഡിസൂസിയാണ് ഇന്ത്യൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത്. സ്വാതന്ത്ര്യം നേടിയതിന് തൊട്ടു പിന്നാലെ രാജ്യത്തിന്റെ വികസനത്തിന് സഹായിക്കുമെന്ന നിലയിലാണ് ഈ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചതെന്ന് ഇന്ത്യൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ഫാദർ സെബാസ്റ്റി എൽ രാജ് മാധ്യമങ്ങളോട് പറഞ്ഞു. സ്ഥാപനം ഒരിക്കലും സുവിശേഷീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ല, സാമൂഹിക ഗവേഷണം മാത്രമാണ് നടത്തിയിട്ടുള്ളതെന്നും ഫാദർ രാജ് പറഞ്ഞു. ഇൻസ്റ്റിറ്റ്യൂട്ട് 2023 പ്രസിദ്ധീകരിച്ച സോഷ്യൽ ആക്ഷൻ ജേണലിൽ ദേശീയ വിദ്യാഭ്യാസ നയം 2020 വിമർശനാത്മകമായി വിശകലനം ചെയ്തിരുന്നു. മുൻ പതിപ്പിൽ കാശ്മീരിലും നാഗാലാൻഡിലും ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ ആഭ്യന്തര സംഘർഷങ്ങളെക്കുറിച്ചായിരുന്നു വിശകലനം നടത്തിയിരുന്നത്. 2020 ഈ നിയമം ഭേദഗതി വരുത്തിയ ശേഷം സർക്കാരിനെ വിമർശിക്കുന്നവർക്കെതിരെയുള്ള ആയുധമാക്കി FCRI ഉപയോഗിക്കുന്നതായി വ്യാപക പരാതിയുണ്ട്. നൂറുകണക്കിന് ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന സംഘടനകളും മദർ തെരേസയുടെ മിഷണറീസ് ഓഫ് ചാരിറ്റി ഉൾപ്പെടെയുള്ള നിരവധി കത്തോലിക്ക സ്ഥാപനങ്ങളും ഇതിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ട്.